Hello, dear students. Welcome back to School at Home. Our today's topic is viral diseases, fungal diseases, and protozoan diseases. On the previous class, we have discussed about all type of bacterial diseases on your syllabus. So, our first topic is viral diseases. വൈറസ് പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. ബിഫോർ ദാറ്റ് വി ആർ മൂവ് ഓൺ ടു ദി സ്ട്രക്ചർ ഓഫ് ദി വൈറസ്. വൈറസിൻ്റെ ഘടന എന്താണെന്ന് നമുക്ക് പഠിക്കാം. വൈറസ് ഹാസ് ദ സിമ്പിൾ സ്ട്രക്ചർ വിത്ത് എ DNA ഓർ എ RNA മോളിക്യൂൾ വിത്തിൻ എ പ്രോട്ടീൻ കോട്ട്. ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഇതാണ് വൈറസ്. ഈ വൈറസിന് എന്തൊക്കെയാണുള്ളത്? ഇതൊരു സിമ്പിൾ സ്ട്രക്ചറാണ്. വൈറസിനുള്ളത് വളരെ ലഘുവായിട്ടുള്ളൊരു ഘടനയാണ്. വിത്ത് എ DNA ഓർ RNA മോളിക്യൂൾ. ഒരു RNA മോളിക്യൂളോ അല്ലെങ്കിൽ DNA മോളിക്യൂളോ ഒരു പ്രോട്ടീൻ കോട്ടിനകത്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് വൈറസിനുള്ളത്. അപ്പോൾ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും ഇങ്ങനെ പുറത്തായിട്ട്, കണ്ടോ? ഇതാണ് ഒരു പ്രോട്ടീൻ കോട്ട്, ഒരു കവറിംഗ് ആണുള്ളത്. അതിനുള്ളിൽ എന്തുണ്ട്? RNAയുടെയോ DNAയുടെയോ മോളിക്യൂൾ ഉണ്ടാവും. സോ ആകെ കൂടി ഈ രണ്ട് പാർട്ട് മാത്രമേ വൈറസിനുള്ളൂ. വൈറസ് ഹാസ് നോ സെൽ ഓർഗനൽസ് ആസ് സീൻ ഇൻ നോർമൽ സെൽസ്. സാധാരണ സെല്ലുകളിൽ, സാധാരണ കോശങ്ങളിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ഒന്നും വൈറസിൽ കാണുന്നില്ല. ദാറ്റ് മീൻസ് മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെയുള്ള സെൽ ഓർഗനൽസ് ഒന്നും വൈറസിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. Hence, virus multiplies by control over the genetic mechanism of the host cell. എവിടെയാണോ വൈറസ് ജീവിക്കുന്നത് ആ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ എല്ലാ കൺട്രോളും ഇത് ഏറ്റെടുക്കും, വൈറസ് എടുക്കും. എന്നിട്ട് അവയുടെ ജനറ്റിക് മെക്കാനിസം വെച്ച് പെരുകി പോവുകയാണ് ചെയ്യുന്നത്. വൈറസസ് ഇൻഫെക്റ്റ് നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ പ്ലാന്റ്സ്, അതർ ആനിമൽസ് ആൻഡ് ഈവൻ ബാക്ടീരിയ. അപ്പോൾ വൈറസ് നമ്മൾ മനുഷ്യരെ മാത്രമല്ല ബാധിക്കുന്നത്, ഈവൻ ചില പ്ലാന്റ്സിന്, സസ്യങ്ങളെയും അതുപോലെ തന്നെ ബാക്ടീരിയ വരെ. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂക്ഷ്മജീവിയാണ് അല്ലേ? ആ ഒരു സൂക്ഷ്മജീവിയെ വരെ എന്ത് ചെയ്യുന്നുണ്ട്? വൈറസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിപ്പ സ്പ്രെഡ്സ് ആസ് എ സ്കെയർ. മെഡിസിൻ ഫോർ നിപ്പ വൈറസ് അറൈവ്ഡ്. ഭീതി ഉയർത്തി നിപ്പ പടരുന്നു. നിപ്പ വൈറസിന് മരുന്നെത്തി. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ, ഒരു 2 വർഷം മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? ധാരാളം ന്യൂസ് റിപ്പോർട്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 2018-17 ഇയേഴ്സിലാണ് നിപ്പ എന്ന ആ ഒരു ഡിസീസ് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഡിസീസ് ആയിരുന്നു നിപ്പ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദിസ് ഈസ് എ വൈറൽ ഡിസീസ്. അതൊരു വൈറസ് രോഗമാണ്. ആൻഡ് ഹൗ ദ നിപ്പ വൈറസ് കോസസ് ദ ഡിസീസ്. എങ്ങനെയാണ് നിപ്പ വൈറസ്, നിപ്പ എന്ന ആ രോഗം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിപ്പ വൈറസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ്. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിലൂടെ നിപ്പ വൈറസ്, അതിൻ്റെ ട്രാൻസ്മിഷൻ, ആ ഒരു രോഗം എങ്ങനെയാണ് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും എത്തിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ് നിപ്പ വൈറസിൻ്റെ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിപ്പ വൈറസിൻ്റെ വാഹകരായിട്ടുള്ളത് ആരാണ്? ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ്. ഇവയുടെ ശരീരത്തിലാണ് നിപ്പ വൈറസ് ഉണ്ടാകുന്നത്. When the remains of fruits eaten by bats are uptaken by the humans or the animals, it leads to the causes of Nipah disease. അതായത് ഈ പഴംതീനി വവ്വാലുകൾ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, അതെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കടിച്ചാൽ മാത്രം മതി, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിലെന്തുണ്ടാവാം? നിപ്പ എന്ന രോഗത്തിൻ്റെ വൈറസ് ഉണ്ടാകാം. അതെങ്ങാനും മനുഷ്യൻ കഴിക്കുകയോ മറ്റുള്ള ജീവികൾ കഴിക്കുന്നതോ മൂലം ഇവർക്ക് ആ രോഗമുണ്ടാകാം. നോട്ട് ഓൺലി ത്രൂ ദിസ് ബട്ട് ഓൾസോ the disease is caused by saliva and urine of bats. അതായത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ഈ ഒരു ഫ്രൂട്ട്സ്, ഇവ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ റിമെയിൻ പാർട്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇവയുടെ ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൻ്റെ സലവയിലൂടെയോ യൂറിനിലൂടെയോ ഇങ്ങനെയുള്ള നിപ്പ വൈറസ് മനുഷ്യ ശരീരത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് ആനിമൽസിൻ്റെ ശരീരത്തിലേക്കും എത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഇവ പറന്നു പോകുമ്പോൾ ഒന്ന് സ്പിറ്റ് ചെയ്യുന്ന, അതായത് ദാറ്റ് മീൻസ് ഒന്ന് തുപ്പുന്ന, അല്ലെങ്കിൽ അവ യൂറിൻ പാസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കേണ്ട ആ ഒരു യൂറിൻ അതിൽ വീഴുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ വഴി കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്താം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ശരീരത്തിലേക്കും കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പിന്നൊരു കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ഈ ഒരു നിപ്പ വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുള്ള ആനിമൽസിനെ നമ്മൾ കഴിക്കുന്നത് മൂലവും എന്തുണ്ടാവാം? നമുക്ക് നിപ്പ എന്ന രോഗം കിട്ടാം. So how the human is affected by this disease? It is through 3 types. First one is remains of fruits eaten by bats, and second is saliva and urine of bats, and the third one is the uptake of meat by the disease affected animals. And next viral disease is AIDS. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു ഡിസീസ് ആണല്ലേ എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, AIDS.
is a dreadful disease that has gripped the world by fear. ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തിയിട്ടുള്ള രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസിൽ കാണുന്നവയാണ് ലിംഫോസൈറ്റ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഈ ലിംഫോസൈറ്റ് ആണ് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. HIV enters the body and multiplies using the genetic mechanism of lymphocytes. അപ്പോൾ HIV എന്ന ആ ഒരു വൈറസാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. HIV ഫുൾ ഫോം എന്താണ്? ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്. ഈ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് നമ്മുടെ ബോഡിയിൽ അകത്തെത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്ലൈ യൂസിങ് ദ ജെനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റുകളുടെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ വൈറസ് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കോട്ടും DNA അല്ലെങ്കിൽ RNA മോളിക്യൂൾ മാത്രമാണ് വൈറസിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ് ഇവ പെരുകുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഹോസ്റ്റ് സെൽ അവ എവിടേക്കാണ് എത്തുന്നത്, അവ എവിടെയാണ് അലൈവ് ആയിട്ടുള്ളത്, ആ ഒരു ഹോസ്റ്റ് സെല്ലിൽ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ എയ്ഡ്സ് ഉണ്ടാക്കുന്ന HIV ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലിംഫോസൈറ്റിലേക്ക് എത്തുകയും ലിംഫോസൈറ്റിൻ്റെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇവ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Hence, the number of lymphocytes decreases considerably and reduces the immunity of the body. അങ്ങനെ ഇവ പെരുകുമ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ലിംഫോസൈറ്റിൻ്റെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ട് പെരുകി പോകുമ്പോൾ ലിംഫോസൈറ്റിൻ്റെ എണ്ണം ക്രമാതീതമായി കുറയുകയും അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. വേരിയസ് അതർ പെത്തോജൻസ് വിച്ച് എൻറ്റർ ദ ബോഡി ഇൻ സച്ച് എ സിറ്റുവേഷൻ മേക്ക് ദ കണ്ടീഷൻ ഓഫ് എയ്ഡ്സ് ഈവൺ മോർ ഫേറ്റൽ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിസീസ് കാരണം നമ്മുടെ ലിംഫോസൈറ്റ്, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലിംഫോസൈറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുമ്പോൾ മറ്റ് പല രോഗങ്ങളും, മറ്റ് പല സൂക്ഷ്മജീവികളും മൈക്രോ ഓർഗാനിസംസും ഉണ്ടാക്കുന്ന മറ്റ് പല രോഗങ്ങളും നമുക്ക് പെട്ടെന്ന് പിടികൂടാം. കാരണം നമ്മുടെ ലിംഫോസൈറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ചെറിയ ചെറിയ പനികളോ അല്ലെങ്കിൽ ജലദോഷമോ തുമ്മലോ മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള പല രോഗങ്ങളും നമുക്ക് പെട്ടെന്ന് പിടികൂടും. കാരണം നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു കിടക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് പലതരം രോഗങ്ങളും, എയ്ഡ്സ് അല്ലാതെ പലതരം രോഗങ്ങളും നമുക്ക് വരും. അങ്ങനെയാണ് എയ്ഡ്സ് എന്ന രോഗത്തിന് വളരെ വലിയൊരു ഭീതി ഉണ്ടാക്കുന്നത്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം ലിംഫോസൈറ്റുകളുടെ ആ ഒരു എണ്ണം കുറയുകയാണ്. എന്നാൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് മറ്റ് പല രോഗങ്ങളും കൂടി വരും. അങ്ങനെയാണ് എയ്ഡ്സ് എന്ന ആ ഒരു രോഗം വളരെ ക്രോണിക്കായി മാറുന്നത്. So these are all about the viral disease AIDS. Next, what are the ways by which one gets infected with HIV? എങ്ങനെയാണ് നമുക്ക് HIV എന്ന വൈറസ് ബാധിക്കുന്നത്, എന്നിട്ട് നമ്മളൊരു എയ്ഡ്സ് പേഷ്യൻ്റായി മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം എങ്ങനെ ഒരു ശരീരത്തിലെ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കാം. ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് HIV ബാധിച്ചിട്ടുള്ള ഒരാളുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവാം? HIV വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി എയ്ഡ്സ് എന്ന രോഗമുണ്ടാകാം. സോ this is the first method how the HIV is transmitted from one person to another. അപ്പോൾ ഇതാണ് ഒരു വേ എന്ന് പറയുന്നത്. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് വഴി എയ്ഡ്സ് ഉണ്ടാകാം. സെക്കൻഡ് മെത്തേഡ് എന്താണ്? ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദി ഫീറ്റസ്. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ അതുവഴി ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു വൈറസ് ഫീറ്റസിലേക്ക്, ഭ്രൂണത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ കുട്ടിയിലേക്കും എന്തുണ്ടാവും? ഈ ഒരു HIV വൈറസ് എത്തുന്നു. Then the third way of infection of the HIV virus is by sharing needle and syringe contaminated with the HIV components. അതായത് നീഡിൽസും സിറിഞ്ചും, അതായത് സൂചി ഉണ്ടല്ലോ, സിറിഞ്ചും സൂചിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ HIV കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവ ഷെയർ ചെയ്യുന്നത് വഴി എന്തുണ്ടാവാം? HIV വൈറസ് നമ്മുടെ ശരീരത്തിലെത്താം. അതായത് നമ്മൾ ഈ മയക്കുമരുന്ന് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവർ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ? അങ്ങനെ ആദ്യം ഒരാൾ കുത്തിവയ്ക്കും, അതന്നെ മറ്റൊരാൾക്ക് കൊടുക്കും, അവർ ഇതേപോലെ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ആ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു, ഇപ്പോൾ ചിലപ്പോൾ ആദ്യം ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് അയാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസിൻ്റെ കമ്പോണൻസ് ആ ഒരു സിറിഞ്ചിലും അതുപോലെ തന്നെ ആ ഒരു സൂചിയിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മറ്റൊരാൾക്ക് കൈമാറുന്നത് വഴി അയാൾക്കും എന്തെത്താം? ആ ഒരു കമ്പോണൻറ്റ് അയാളുടെ ശരീരത്തിലേക്കും എത്തും. അങ്ങനെ ട്രാൻസ്മിറ്റഡ് ആവും എന്ത്? HIV എന്ന വൈറസ്. Then the last and fourth way of infection of HIV is through the reception of blood and organs contaminated with HIV. ചെറിയ രീതിയിൽ എന്തെങ്കിലും അസുഖം വരികയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് കൊടുക്കും അല്ലേ? നമ്മുടെ രക്തം നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഡൊണേറ്റ് ചെയ്യാറുണ്ട്.
അങ്ങനെ ചിലപ്പോൾ ചില സമയത്ത് HIV പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലഡിൽ എന്തുണ്ടാവാം, ഈ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസിൻ്റെ കമ്പോണൻസ് ഉണ്ടാവാം. അത് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ ആ ഒരു രോഗിയും എന്ത് ചെയ്യും, HIV പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അവയവദാനത്തെക്കുറിച്ച്. അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാർട്ടോ അതുപോലെ തന്നെ കിഡ്നിയോ ഒക്കെയാണ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആൾക്കും എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഒരു രോഗം HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗാൻസ് കൊടുക്കുന്നത് വഴിയും ബ്ലഡ് കൊടുക്കുന്നത് വഴിയും മറ്റൊരാൾക്ക് എയ്ഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദി 4 ഇമ്പോർട്ടൻറ്റ് വേസ് ത്രൂ ദ HIV വൈറസസ് ഇൻഫെക്റ്റഡ്. ഇങ്ങനെയുള്ള ഈ 4 വഴി കൂടെ മാത്രമേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് HIV വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 4 വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ ചിലർക്കൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഒരാൾ തമ്മിൽ ഭക്ഷണം കഴിച്ച് അവരുടെ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു റൂം ഷെയർ ചെയ്യുകയോ ടോയ്ലറ്റ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾ കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ഒന്നും തന്നെ നമുക്ക് എന്തെത്തില്ല, ആ ഒരു ഡിസീസ് എത്തില്ല. ആകെ കൂടി ഈ ഒരു 4 വേയിലൂടെ മാത്രമാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസിന് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. എയ്ഡ്സ് ഒരിക്കലും പകരുന്നില്ല. എങ്ങനെയൊക്കെ? ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ്, സ്നീസിങ് എറ്റ്സിട്ര. ആ ഒരു എയ്ഡ്സ് പേഷ്യൻ്റ് ആയിട്ടുള്ള ആ രോഗിയെ തൊടുകയോ അയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ അയാൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഉള്ള ആ ഒരു അണുക്കളൊന്നും എന്തുണ്ടാക്കുന്നില്ല, എയ്ഡ്സ് എന്ന രോഗം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നില്ല. ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എറ്റ്സിട്ര. ഇനി എയ്ഡ്സ് പേഷ്യൻ്റ് ആയിട്ടുള്ള ആ രോഗിയെ കടിച്ചിട്ടുള്ള കൊതുക് നമ്മളെ വന്ന് കടിക്കുകയാണെന്ന് വിചാരിക്കൂ, അങ്ങനെയും എന്തുണ്ടാവില്ല, എയ്ഡ്സ് എന്ന രോഗം നമുക്കെത്തില്ല. ബൈ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് ഷെയറിങ് ഫുഡ്. അതായത് ഒരുമിച്ച് താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം ഷെയർ ചെയ്താലോ ഒന്നും തന്നെ എയ്ഡ്സ് എന്ന രോഗം എത്തുന്നില്ല. ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്, ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടൊന്നും എയ്ഡ്സ് എന്ന രോഗം എത്തില്ല. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, ഒരേ കുളത്തിൽ കുളിച്ചുകൊണ്ട്, എയ്ഡ്സ് രോഗിയായിട്ടുള്ള ഒരാൾ ആ ഒരു കുളത്തിൽ കുളിച്ചു എന്നാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരുമോ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആൻഡ് അനദർ വൈറൽ ഡിസീസ് ഇസ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഇസ് എ ലിവർ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസ് ഇസ് ഓൾസോ കോസ്ഡ് ബൈ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ഒരു ലിവർ ഡിസീസാണ്. നമ്മുടെ ലിവറിനെ, കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഇസ് ഓൾസോ കോസ്ഡ് ബൈ വൈറസ്. അപ്പോൾ വൈറസ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഹെപ്പറ്റൈറ്റിസ് എന്ന്, എന്നാൽ വൈറസ് കൊണ്ടും എന്തുണ്ടാവാം, ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗമുണ്ടാവാം. എന്നാൽ വൈറൽ ഡിസീസ് എന്ന ആ ഒരു ടേമിലാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ പഠിക്കാനുള്ളത്. വൈറസ് കൊണ്ട് മാത്രമല്ല ചില ബാക്ടീരിയ കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഈസ് ഇറ്റ്സ് മേജർ സിംപ്റ്റം. കരളിലുണ്ടാകുന്ന വീക്കം അതാണ് ഈ ഒരു രോഗത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷണം. വെൻ ദ ഫ്ലോ ഓഫ് ദി ബൈൽ secreted by the liver is blocked, an increase in the level of bile pigment called bilirubin in blood is noticed. അതായത് നമുക്കറിയാം ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈലെന്ന് അല്ലേ. അതായത് ലിവറിൽ ഒരു തരത്തിലുള്ള എൻസൈംസും സെക്രീറ്റ് ചെയ്യില്ല, എന്നാൽ ഇറ്റ് ക്യാൻ ബി ഓൺലി സെക്രീറ്റഡ് ദ ബൈൽ. ഇനി എപ്പോഴെങ്കിലും ബൈലിൻ്റെ ആ ഒരു ഫ്ലോ, ആ ഒരു പ്രവാഹം തടസ്സപ്പെടുകയാണെങ്കിൽ ബൈലിൽ കാണപ്പെടുന്ന ആ ഒരു പിഗ്മെൻറ്റാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ആ ഒരു ബിലിറൂബിൻ്റെ അളവ് ബ്ലഡിൽ വളരെ കൂടുതലായിട്ട് കാണും. ദിസ് ഇംപാർട്സ് ഡാർക്ക് യെല്ലോ കളർ ടു ദി മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ദി ഐസ് ആൻഡ് ദ നെയിൽസ്. അതുമൂലം നമ്മുടെ കണ്ണുകളുടെ ആ ഒരു വെളുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിനിലും നമ്മുടെ മൂക്കിലും അതുപോലെ തൊണ്ടയിലുള്ള കഫം ഉണ്ടല്ലോ അതിലും നെയിൽസ് നമ്മുടെ നഖങ്ങളിലുമൊക്കെ ഒരു ഡാർക്ക് യെല്ലോ കാണും. നല്ല കടുത്ത ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുന്നത്. ദിസ് ഈസ് ദി എക്സ്റ്റേണൽ സിംപ്റ്റം ഓഫ് ദ ഡിസീസ്. ഇതാണ് ഈ ഒരു രോഗത്തിൻ്റെ പുറത്തേക്ക് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു മഞ്ഞപ്പിത്തം എന്ന ജോണ്ടിസ് എന്ന ആ രോഗത്തിനും ഇതൊക്കെ തന്നെയാണ് ലക്ഷണം. എന്നാൽ അതിനേക്കാൾ ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള മേജർ സിംപ്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ ആണ്, കരളിലുണ്ടാകുന്ന വീക്കമാണ്. എന്നാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ ഒരു പുറത്തേക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ വഴി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് അനുമാനിക്കാം. ഡിസീസ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് ദി പേഷ്യൻറ്റ്. അതായത് ഈ ഹെപ്പറ്റൈറ്റിസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ വിസർജ്യ വസ്തുക്കൾ വഴിയോ ബ്ലഡ് കമ്പോണൻസ് രക്തത്തിൻ്റെ ആ ഒരു ഘടകങ്ങൾ വഴിയോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഫുഡും വാട്ടറും ആഹാരവും വെള്ളവും നമ്മൾ കഴിക്കുന്നത് മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. സെർട്ടൻ ഹെപ്പറ്റൈറ്റിസ് ഡു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് HIV. എന്നാൽ ചില തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന ആ രോഗം HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്താം. ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ ദാറ്റ് ആർ കോമൺ ഇൻ കേരള ആർ ഓൾസോ വൈറൽ ഡിസീസ്. കേരളത്തിൽ വളരെ വ്യാപകമായി കാണുന്ന ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും വൈറൽ ഡിസീസാണ്. വൈറൽ ഡിസീസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയും. അപ്പോൾ ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, നിപ്പ, ഹെപ്പറ്റൈറ്റിസ് ഇതെല്ലാം എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. ദീസ് ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ്. ഈ ഡെങ്കി ഫീവറും ചിക്കൻ ഗുനിയും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മോസ്കിറ്റോസ് വഴിയാണ്. അതായത് കൊതുകുകളാണ് ആ ഒരു ഡിസീസിൻ്റെ
വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ കൊതുകുകളിലായിരിക്കും ഇവ ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ടാകുക. അപ്പോൾ ഈ ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയും നിങ്ങൾ വിട്ടുപോകരുത്. അതും എന്തുതന്നെയാണ്, വൈറൽ ഡിസീസാണ്. അതിൻ്റെ വെക്ടേഴ്സ്, ആ രോഗം ഉണ്ടാക്കുന്ന വെക്ടേഴ്സ് ആരാണ്? മോസ്കിറ്റോസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫംഗൽ ഡിസീസസ്. ഫഞ്ചൈ ആർ ഓഫ് വേരിയസ് ടൈപ്സ്. സം ഫഞ്ചൈസ് ആർ പാത്തോജനിക്. നമുക്കറിയാം പലതരത്തിലുള്ള ഫംഗസുകൾ ഉണ്ടെന്നല്ലേ. എന്നാൽ എല്ലാവയും എന്തല്ല, പാത്തോജനിക് അല്ല, രോഗമുണ്ടാക്കുന്നവയല്ല. എന്നാൽ ചിലതെന്താണ്, രോഗം ഉണ്ടാക്കുന്നവയാണ്. The toxins produced by the fungi causes diseases. ഇങ്ങനെ പാത്തോജനിക് ആയിട്ടുള്ള ഫംഗസ് എന്ത് ചെയ്യും? ടോക്സിൻസ്, വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡിസീസസ്, രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് ഫംഗൽ ഡിസീസസ് ഡാൻഡ്രഫ്. അത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു രോഗമാണ് അല്ലേ. ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗൽ ഡിസീസാണ്. വെൻ ഡെഡ് സെൽസ് ഫോൾ ഓഫ്, സ്കിൻ സെൽസ് ആർ കണ്ടിന്യൂസ്ലി റീജനറേറ്റഡ്. അതായത് മൃതകോശങ്ങൾ, ഡെഡ് സെൽസിനെ പറയുന്നതാണ് മൃതകോശങ്ങൾ. അവ പൊഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ത്വക്കിലെ സ്കിന്നിലുള്ള പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു തലയിലും നമ്മുടെ ശരീരത്തിലൊക്കെ റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് ടൈംസ് ദ സെൽസ് ഡിവൈഡ് ഫാസ്റ്റർ ദാൻ ഫോളിങ് ഓഫ് ആൻഡ് ബിക്കം സ്കെയിൽസ്. അപ്പോൾ അങ്ങനെ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ഒരു സെൽസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, വിഭജിക്കുകയാണെങ്കിൽ അവ സ്കെയിൽസ് ആയിട്ട് മാറും, ശൽക്കങ്ങളായി മാറും എന്നാണ് പറയുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ഡാൻഡ്രഫ്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനാണ്, ആ ഒരു അവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത്. Certain fungi that affect the skin at this time causes itching and other infections. എന്നാൽ ചിലയിനം ഫംഗസുകൾ വളരെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ, അതുപോലെ തന്നെ അണുബാധ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പലതരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടാക്കും. The scales may fall off as white dust and may cause loss of hair. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്കെയിൽസ് ഒരു വെളുത്ത പൊടികളായിട്ടാണ് ഇളകി വീഴുക. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് അറിയില്ലോ എങ്ങനെയാണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുടി കൊഴിച്ചിലും ഹെയർ ഫോളിനും കാരണമാകും ഈ ഒരു ഡാൻഡ്രഫ് എന്ന രോഗം. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫംഗൽ ഡിസീസ്. ഡാൻഡ്രഫ് ഈസ് എ ഫംഗൽ ഡിസീസ്. ആൻഡ് അനദർ ഡിസീസ് ഈസ് എ റിംഗ്വേം. റിംഗ്വേം ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൻ ടൈപ്പ് ഓഫ് ഫഞ്ചൈ. അപ്പോൾ ചില ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് റിംഗ്വേം. അതൊരു സ്കിൻ ഡിസീസാണ്. അത് നമ്മുടെ ഒരു ത്വക്കിന്മേൽ ഉണ്ടാകുന്ന രോഗമാണ് റിംഗ്വേം എന്ന് പറയുന്നത്. ദ ഡിസീസ് മാനിഫെസ്റ്റ് ആസ് റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ. അതായത് ഈ ഒരു രോഗം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ്. അതുപോലെ തന്നെ ധാരാളം ചുവന്ന തിണർപ്പുകളും കാണാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ഈ ത്വക്കുമ്മേ ഒരു റൗണ്ട് ആകൃതിയിൽ ചുവന്ന തിണർപ്പുകളോട് കൂടി കാണപ്പെടുന്ന ഒരു രോഗത്തെയാണ് എന്ന് പറയുന്നത് റിംഗ്വേം എന്ന് പറയുന്നത്. അതൊരു ഫംഗൽ ഡിസീസാണ്. ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട്. അതായത് അങ്ങനെയുള്ള രോഗിയായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് ഈ ഒരു രോഗം പകരുന്നത്. അത്ലറ്റ്സ് ഫുട്ട് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ വിച്ച് മാനിഫെസ്റ്റ്സ് ഓൺ ദി സോൾ ഓഫ് ദി ഫുട്ട് ആൻഡ് ബിറ്റ്വീൻ ദി ടോസ്. ഈ കാൽവിരലുകൾക്കിടയിൽ കാണപ്പെടുന്ന ഇങ്ങനെ ഇവിടെ കണ്ടോ, ഇങ്ങനെ കാണപ്പെടുന്ന ഈ ചുവന്ന തിണർപ്പുകളും അതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പിയറൻസ് ഓഫ് ദി റെഡിഷ് സ്കെയിലി റാഷസ് ദാറ്റ് കോസ് ഈച്ചിങ് ഈസ് ദ മേജർ സിംപ്റ്റം. അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണ് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ, ദാറ്റ് മീൻസ് റെഡ് സ്കെയിൽസ് അപ്പിയർഡ് ആവും ഈ ഒരു കാൽവിരലുകൾക്കിടയിൽ. പാത്തോജൻസ് എൻറ്റർ ത്രൂ ദി ടോസ് വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അതായത് മലിനമായിട്ടുള്ള ജലത്തിലൂടെയും മണ്ണിലൂടെയുമാണ് ഈ ഒരു രോഗം പകരുന്നത്. അതായത് ഈ പാടത്തും അതുപോലെ മണ്ണിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ ഒരു രോഗം കൂടുതലായിട്ട് കാണുന്നത്, അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗസ് ബാധിക്കുന്ന 3 രോഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഫസ്റ്റ് വൺ ഇസ് ഡാൻഡ്രഫ്, സെക്കൻഡ് വൺ ഇസ് റിംഗ്വേം, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് തേർഡ് വൺ ഇസ് അത്ലറ്റ്സ് ഫൂട്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രോട്ടോസോവൻ ഡിസീസസ്. Diseases caused by protozoa. Protozoans are unicellular eukaryotes. ഏകകോശ യുക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. മലേറിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. അപ്പോൾ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഡിസീസാണ് മലേറിയ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ദ മലേറിയ ഇസ് ഇൻഫെക്റ്റഡ്. ദ പെത്തോജൻ വിച്ച് കോസ്ഡ് ബൈ ദി മലേറിയ ഇസ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പെത്തോജനാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. ദീസ് ആർ ദി വെക്ടേഴ്സ് ഓഫ് ദിസ് ഡിസീസ്. മലേറിയ ഉണ്ടാക്കുന്ന ആരാണ്? പ്ലാസ്മോഡിയം എന്ന ഒരു പ്രോട്ടോസോവനാണ്. ഈ ഒരു പ്രോട്ടോസോവ എവിടെയാണ് കാണപ്പെടുന്നത്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസിലാണ് കാണപ്പെടുന്നത്. മോസ്കിറ്റോസ് മാത്രം പഠിക്കരുത്, ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഈ ഒരു പ്ലാസ്മോഡിയം ഇവയുടെ ശരീരത്തിലുണ്ടാവും. അവ വെക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഫീമെയിൽ മോസ്കിറ്റോസ് എന്ത് ചെയ്യും? ഹോസ്റ്റ്, ദാറ്റ് മീൻസ് ഹ്യൂമൻസിലേക്ക് വരും. ഇവ ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുന്ന മൂലം, കടിക്കുന്നത് മൂലം ഇതിലുണ്ടാകുന്ന ഈ പ്ലാസ്മോഡിയം ആയിട്ടുള്ള പ്രോട്ടോസോവ ഹോസ്റ്റിലേക്ക്, അതായത് ഹ്യൂമൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല ജീവികളായിക്കോട്ടെ, അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ വി ഗെറ്റ് ദാറ്റ് ഡിസീസ്, ദാറ്റ് മീൻസ് മലേറിയ. ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംപ്റ്റംസ് ഓഫ് മലേറിയ. വിറയലോട് കൂടിയ പനിയും അമിതമായിട്ടുള്ള വിയർപ്പുമാണ് മലേറിയയുടെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത്. Other symptoms include headache, vomiting, diarrhea, anemia, etc.
എന്നാൽ ഇവ മാത്രമല്ല സിംറ്റംസ്. എന്നാൽ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫീവർ ആണ്, ഷിവറിംഗ് ആണ്. എന്നാൽ മറ്റു ലക്ഷണങ്ങളുണ്ട്. അതാണ് ഹെഡ് ഏക്ക് തലവേദന, വോമിറ്റിംഗ് ഛർദി, ഡയേറിയ വയറിളക്കം, അനീമിയ വിളർച്ച. ഇവയെല്ലാം ഈ ഒരു ഡിസീസിൻ്റെ മലേറിയ എന്ന ഡിസീസിൻ്റെ സിംറ്റംസ് ആണ്. ആൻഡ് നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസ് ഇസ് ഫൈലേറിയാസിസ്. Filariasis is caused by filarial worms that are spread by Culex mosquitoes. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂലെക്സ് മോസ്കിറ്റോസ്. ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മന്ത് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഫൈലേറിയാസിസ് എന്ന ആ രോഗമുണ്ടാക്കുന്നത് ഫൈലേറിയൽ വേംസ് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രോട്ടോസോവ. പ്രോട്ടോസോവനായിട്ടുള്ള ഫൈലേറിയൽ വേംസ് ആണ് ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത്. കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന ആരാണ്? ഫൈലേറിയൽ വേംസ് ആണ്. അവ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂലെക്സ് മോസ്കിറ്റോസിലാണ്. സോ ദ ക്യൂലെക്സ് മോസ്കിറ്റോസ് ആർ ആക്ട് ആസ് എ വെക്ടേഴ്സ് ഓൺ ദി ഫൈലേറിയാസിസ്. ഓക്കെ, അപ്പോൾ ഫൈലേറിയാസിസ് എന്ന ആ രോഗത്തിൻ്റെ വെക്ടർ ആരാണ്? ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ്. ഈ ക്യൂലെക്സ് മോസ്കിറ്റോസിലായിരിക്കും ഫൈലേറിയൽ വേംസ് ഉണ്ടാകുന്നത്. ദ വേംസ് സ്റ്റേ ഇൻ ദി ലിംഫ് ഡക്ട് ആൻഡ് ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫ് ബൈ ബ്ലോക്കിംഗ് ദ ഡക്ട്. ഈ വേംസ്, ഈ ഫൈലേറിയൽ വേംസ് എവിടേക്കെത്തും? നമ്മുടെ മനുഷ്യരിലേക്ക് എത്തും. മോസ്കിറ്റോസ് കടിക്കുന്ന മൂലം, അതായത് കൊതുക് കടി മൂലം എന്തുണ്ടാവും? ഈ ഫൈലേറിയൽ വേംസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ഇവ ലിംഫ് ഡക്റ്റിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വേംസ് എവിടെ എത്തുകയാണ് ചെയ്യുന്നത്? ലിംഫ് ഡക്റ്റിലെത്തും. ഈ ലിംഫ് ഡക്റ്റിൽ എത്തുന്ന മൂലം ആ ഒരു ലിംഫ് ഡക്റ്റിലൂടെ എന്താണ് പോകുന്നത്? ലിംഫാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഫൈലേറിയൽ വേംസ് ലിംഫ് ഡക്റ്റിൽ വരുന്നത് മൂലം ലിംഫിൻ്റെ ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ദസ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദി ലിംഫ് ഡക്റ്റ്. അങ്ങനെ ആ ഒരു ലിംഫിൻ്റെ ആ ഒരു ഫ്ലോ തടസ്സപ്പെടുന്ന മൂലം നമ്മുടെ ലിംഫ് ഡക്റ്റിൽ സ്വെല്ലിംഗ്, വീക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, മന്ത് വന്നിട്ടുള്ള രോഗിയുടെ കാലാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫൈലേറിയൽ വേംസ് ആ കൊതുക് വഴി, ക്യൂലെക്സ് മോസ്കിറ്റോ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനോഫിലസ് മോസ്കിറ്റോ ആയിരുന്നു മലേറിയയിലെ വെക്ടർ. എന്നാൽ ഫൈലേറിയാസിസ് എന്ന ഡിസീസിൻ്റെ വെക്ടർ ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ്. പൊല്യൂട്ടഡ് സറൗണ്ടിങ്സ് പ്രൊമോട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പത്തോജൻസ്. മലിനമാകുന്ന ചുറ്റുപാടുകളാണ് ഈ പത്തോജൻസിന്റെ, രോഗകാരികളുടെ എണ്ണം പെരുകിക്കുന്നത്. ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എറ്റ്സെട്ര ലീഡ്സ് ടു ദി സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മച്ച് ബിയോണ്ട് കൺട്രോൾ. അപ്പോൾ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം എങ്ങനെയാണ്? ഇങ്ങനെയുള്ള വെക്ടേഴ്സിൻ്റെ, മോസ്കിറ്റോ ആയിക്കോട്ടെ, ഹൗസ് ഫ്ലൈസ്, ഈച്ച, കൊതുക്, അങ്ങനെയുള്ള വെക്ടേഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടുന്ന മൂലമാണ്. In order to control the spread of communicable disease, it is necessary to avoid situations that lead to the multiplication of pathogens and vectors. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആ രോഗത്തെ, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, നിയന്ത്രിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ള പത്തോജൻസിൻ്റെയും വെക്ടേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് എന്നിവയെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.